പറഞ്ഞിരുന്നു സംസ്ഥാന വിഭജന കമ്മീഷൻ രാജ്യത്ത് തന്നെ ഒരുപക്ഷെ മറ്റൊരു ഏജൻസിയും ഈ യൂത്തിൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ച് ഇതുപോലൊരു ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടില്ല. ലോകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആത്മഹത്യ ചെയ്തവരുടെ കുറ്റ ബന്ധുക്കളെയും ചിത്രങ്ങളെയും കണ്ട് നിശ്ചിത ചോദ്യാവലിക്ക് അനുസൃതമായ ഒരു പഠനം നടത്തിയ ഒരു അനുഭവം ഇതിന് മുന്നുണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന വിഭജന കമ്മീഷൻ നടത്തിയ ആ പഠന റിപ്പോർട്ടിൻ്റെ ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തെ യുവജനങ്ങളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള പഠനമാണ് യുവജന കമ്മീഷൻ നടത്താൻ വേണ്ടി പോകുന്നത്. ഒരു പഠന റിപ്പോർട്ട് കേവലം കെട്ടിവെക്കുക എന്നുള്ളതല്ല, അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്തെ വ്യത്യസ്ത മേഖലയിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വർക്ക്ഷോപ്പ് ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് എംപവർമെൻറ്റ്, മെൻ്റൽ റെസീലിയൻസ്, ഹാപ്പിനെസ്, ചാലഞ്ചസ് ആൻഡ് പോസിബിലിറ്റീസ് എന്ന വിഷയത്തിൽ 2 ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നാഷണൽ സെമിനാർ സംഘടിപ്പിക്കാൻ വിഭജന കമ്മീഷൻ തീരുമാനിച്ചു. നാളെയും മറ്റന്നാൾ ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിലാണ് പ്രിയദർശിനി കാശ്മീരിൽ വെച്ച് നമ്മുടെ നാഷണൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. സെമിനാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക. വിവിധ മേഖലയിലെ അക്കാദമിക് മേഖലയിലെ പ്രമുഖർ ഇതിൽ പങ്കെടുക്കുന്നു. സംസ്ഥാനത്തു നിന്നും രജിസ്റ്റർ ചെയ്ത 200 ഡെലിഗേറ്റ്സ് ആണ് പങ്കെടുക്കുന്നത്. രാജ്യത്തെ പ്രമുഖരായിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന നാഷണൽ സെമിനാർ തുടർന്ന് നമ്മുടെ സംസ്ഥാനത്തെ വിഭജന കമ്മീഷൻ ഏറ്റെടുക്കുന്ന യൂത്തിൻ്റെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചുള്ള തുടർ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള പ്രധാനമായും ഒരു ചർച്ച നടത്തുന്ന ഒന്നായി യൂത്ത് സെമിനാർ മാറിത്തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് വിഭജന കമ്മീഷൻ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ യൂത്ത് കമ്മീഷൻ എത്തിരി തന്നെ നമ്മുടെ സമൂഹത്തിൽ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ തന്നെ ചോദിച്ചിരുന്നു. വിഭജന കമ്മീഷൻ എന്താണ് എന്ന് ഒരു ഘട്ടത്തിൽ പോലും റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുന്നോട്ട് വരാറില്ല. നമ്മൾ തന്നെ സംസ്ഥാനത്ത് 14 ജില്ലകളിലും പത്രക്കാരെ കാണാറുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കറിയാം അതിനകത്ത് പിന്നീട് എന്തെങ്കിലും ചില വിവാദപരമായ ചോദ്യങ്ങൾ ചോദിച്ച് അതിനകത്ത് ഭംഗിയായ മറുപടിയാണെങ്കിൽ ആ 15 മിനിറ്റ് നടത്തിയ പ്രസ് തന്നെ പിന്നീട് എവിടെയും കാണാറില്ല. വളരെ വിവാദങ്ങൾ മാത്രമല്ല, ചില കാര്യങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം. എന്ന് പറയാൻ മറ്റൊരു ഭയമില്ലാത്തത് ഒരു സഹായവും വേണ്ടത്ര നിലയില്ലാത്തത് കൊണ്ട് തന്നെ പത്രമാധ്യമങ്ങളല്ല, ദൃശ്യമാധ്യമങ്ങൾ പൊതുവെ സംസ്ഥാനത്ത് യൂത്ത് കമ്മീഷൻ കഴിഞ്ഞ 8 മാസക്കാലത്തിന് നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഇടപെടലൊന്നും അറിയിക്കാൻ തയ്യാറായിട്ടില്ല. യൂത്ത് കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്തെ 18-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. ആ ബോഡി അതിൻ്റെതായ രീതിയിൽ തന്നെ പരാതികൾ സ്വീകരിക്കുകയും അദാലത്തും ഹിയറിങ്ങും എല്ലാം നടത്തി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് നമ്മുടെ യൂത്ത് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെല്ലാം അഡ്രസ്സ് ചെയ്യാൻ വിഭജന കമ്മീഷൻ മുന്നോട്ട് വരാറുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ യൂത്തിൻ്റെ നിരവധി പ്രശ്നങ്ങൾ, മാനസികാരോഗ്യം, ആത്മഹത്യ വരുന്ന വിഷയം, ലഹരി, അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന പലതരം അപകടങ്ങൾ, ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു ബോഡി എന്നുള്ളത് വിഭജന കമ്മീഷനെ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കാൻ പ്രധാനപ്പെട്ട ഒരു 18-നും 25-നും പ്രായമുള്ള ഈ യുവജനങ്ങൾക്കിടയിൽ പല വിഷയങ്ങളും എത്താറില്ല. 1-2 ആത്മഹത്യ ചെയ്യപ്പെട്ട ക്യാമ്പസുകളിലൊക്കെ പോയപ്പോൾ ആ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾ അതിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പരിശോധിച്ച് വളരെ നിസ്സാരമായ വിഷയമായിരുന്നു. ഒന്ന് വിഭജന കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ ഉണ്ട് എന്ന് അവരിലേക്ക് ആരെങ്കിലും എത്തിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ ഞങ്ങളിലേക്കോ ഒരു പരാതിയായിട്ടോ ഒരു മെയിലായിട്ടോ ഒരു മെസ്സേജായിട്ടോ വിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അത്തരം ആത്മഹത്യ നടക്കില്ലായിരുന്നു. അതിനർത്ഥം ഈ ഒരു തലമുറയിലേക്ക് യുവജന കമ്മീഷൻ പോലെ സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡി, നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ ചുരുക്ക സ്റ്റേറ്റ് മാത്രമാണ് ഇതുവരെ യൂത്തിനിടയിൽ, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ പോലെ യൂത്തിനിടയിൽ ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡി ഉള്ളത്. അപ്പോൾ അത് അത്തരം ഒരു ബോഡിയാണ് എന്ന് വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് വളരെ പോസിറ്റീവ് സെൻസിൽ അറിയിക്കാൻ ഒരു വാർത്തയെങ്കിലും അല്പമെങ്കിലും ഒരു 10% വാർത്ത റിപ്പോർട്ടാണ്. ആ വാർത്തയിൽ 10% മറ്റ് ഈ വാർത്തയായിട്ടെങ്കിലും വരുമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് യുവജന കമ്മീഷൻ നടന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അതിൻ്റെ പോസിറ്റീവ് സെൻസിലെങ്കിലും എത്തിക്കാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതാണ് പത്രസമ്മേളനത്തിനായി റിപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു വിശദമായി നോട്ടീസ് തന്നിട്ടുണ്ട്. പ്രിന്റ് മീഡിയ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്, അതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ശരി.